ഹലോ അസ്സലാമു അലൈക്കും. പെരുന്നാളിൻ്റെ അന്നത്തെ കുഞ്ഞൊരു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഇതാ രാവിലെ എണീറ്റ് ഞാൻ പുറത്തേക്കൊന്ന് വന്നിട്ടുണ്ട്. നല്ല മഞ്ഞുണ്ട് കേട്ടോ. ഇന്ന് മഞ്ഞാണെങ്കിൽ നല്ലൊരു കാലാവസ്ഥയായിരുന്നു. നല്ല വെയിലും വെളിച്ചമൊക്കെ ഉള്ളൊരു കാലാവസ്ഥയായിരുന്നു കേട്ടോ. അങ്ങനെ അടുക്കളയിലേക്ക് വന്നിട്ട് ആദ്യം തന്നെ ചായക്കുള്ള വെള്ളം വെക്കുന്നുണ്ട്. പിന്നെ തലേദിവസം രാത്രി ഞാൻ അരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ ചായക്ക് കടി നെയ്യപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ രാവിലെ പള്ളിയിൽ പോകുമ്പോൾ കുടിക്കാനായിട്ട് ചായ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നെയ്യപ്പം എല്ലാ പെരുന്നാളിനും നെയ്യപ്പമാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ നെയ്യപ്പത്തിനുള്ള ശർക്കരയൊന്നും ഒരുക്കി എടുക്കുന്നുണ്ട്. അരച്ചപാടാണ്ട് ഉണ്ടാക്കി എടുക്കാൻ കേട്ടോ. തലേ ദിവസം അരച്ച് വെച്ചിട്ടൊന്നുമില്ല. ഇതിനെടുക്കുന്നതിന് രാത്രി ചെറുതായിട്ടൊക്കെ ഒന്ന് മൈലാഞ്ചിയിട്ട് നന്നായിട്ട് ചോന്നിട്ടൊന്നുമില്ല. ഇനിയിപ്പോൾ ഈ നഖത്തുമ്മേലിട്ടാൽ നമ്മളെ ശർക്കര മൈലാഞ്ചിയാണ്. ഇനിയിപ്പോൾ 2 ദിവസം കഴിയുമ്പോൾ ഡാർക്ക് കളറായിട്ട് വരും കേട്ടോ. പിന്നെ അടുപ്പ് കത്തിച്ചിട്ട് ചോറിനുള്ള വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതാ അരി ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. ശർക്കര പാനി ഞാനൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ചെറിയ ചൂടിൽ ഇതിലേക്ക് ഒഴിക്കുകയാണ്. 2 ടേബിൾ സ്പൂൺ ചോറും 2 ഏലക്കായും കൂടി ചെറിയ ജീരകം കൂടി ഇട്ട് കൊടുത്തിട്ടാണ് ഞാൻ 1.5 നാഴി പച്ചരിയാണ് കേട്ടോ വെള്ളത്തിലിട്ട് കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. നെയ്യപ്പൊക്കെ ഇപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്നത്, അതുകൊണ്ട് തന്നെ വീഡിയോ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല കേട്ടോ. മാവ് അരച്ച് വെച്ചപ്പോഴേക്കും ആ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെറുംചോറ് എന്തായാലും ഉണ്ടാക്കണമല്ലോ. അപ്പോൾ അരി ഇട്ട് കൊടുക്കുന്നുണ്ട്. കഴുകി എടുത്തിട്ട് അരി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് അവിടെ കിടന്ന് വെന്തോളും. ഈ ഒരു സമയത്ത് നമുക്ക് വേഗം തന്നെ നെയ്യപ്പം ചുട്ടെടുക്കാം. മാവ് അരച്ചെടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം കുറച്ച് തേങ്ങാക്കൊത്തും മൂപ്പിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ബേക്കിംഗ് സോഡ ഒന്നും തന്നെ ചേർക്കുന്നില്ല. വേഗം തന്നെ അത് ചുട്ടെടുക്കുകയാണ്. അപ്പോൾ രാവിലെ പള്ളിയിലേക്ക് നേരത്തെ പോകുമല്ലോ. അപ്പോൾ അവർക്ക് ചായയുടെ കൂടെ കഴിക്കാനായിട്ട് കൊടുക്കും. പിന്നെ വന്നതിന് ശേഷമാണ് കേട്ടോ. പിന്നെ ചായയും കടിയൊക്കെ ഉണ്ടെങ്കിൽ കുടിക്കില്ലെങ്കിൽ ചോറ് വേഗം ആക്കും കേട്ടോ. ഞാൻ പെട്ടെന്ന് തന്നെ 10 മണി 10:30 ആകുമ്പോഴേക്കും ചോറും കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ടാവും കേട്ടോ. രാവിലെ നേരത്തെ തന്നെ എണീറ്റിട്ട് എല്ലാ പണികളും ഞാൻ വേഗം തന്നെ തീർത്ത് വെക്കും കേട്ടോ പെരുന്നാളിൻ്റെ അന്ന്. അപ്പോൾ നെയ്യപ്പൊക്കെ ഇവിടെ ചുട്ടെടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ ചായയും തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ പോകുന്നവർക്ക് വേഗം തന്നെ ചായയൊക്കെ കൊടുത്ത് ബാക്കിയുള്ള ഞാനൊരു പെട്ടിയിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ എനിക്ക് ചായ കുടിക്കാൻ സമയമായിട്ടില്ല. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ചിലപ്പോൾ നിന്നുകൊണ്ടൊക്കെ ഒരു ഗ്ലാസ് ചായ എടുത്ത് കുടിക്കുകയാണ് ചെയ്യാറുള്ളത്. രാവിലെ ഒരു തിരക്ക് തന്നെ ആയിരിക്കും കേട്ടോ പെരുന്നാളിൻ്റെ അന്ന് രാവിലെ. മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ്. അങ്ങനെ അവർ വാപ്പയും മോനും പള്ളിയിലേക്കൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ബിരിയാണി വെക്കാൻ വേണ്ടിയിട്ട് ചോറിനുള്ള അരി തിളച്ച് വന്നപ്പോൾ ഞാൻ അടുപ്പത്താണ് കേട്ടോ ചോറ് വെക്കുന്നത്. ആ ഒരു കളറ് നമ്മൾ ബീഫ് വേവിച്ച സ്റ്റോക്ക് വെള്ളമാണ് ഒഴിച്ചിട്ട് നമ്മൾ ചോറ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അരി അതിലേക്ക് കഴുകി ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മൾ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ബിരിയാണിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ബീഫ് വേവിച്ച ആ ഒരു വെള്ളം കൂടി ചേർത്തിട്ട് നമ്മൾ അരി വേവിച്ചെടുക്കുകയാണെങ്കിൽ പിന്നെ മസാല കുക്കറിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് സവാളയും പിന്നെ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളിയൊക്കെ ചതച്ചെടുത്തത് ഉപ്പും കൂടി ഇട്ട് പിന്നെ തക്കാളി അരിഞ്ഞതും മല്ലിയിലയും കറിവേപ്പിലയും അതുപോലെ തന്നെ ഗരം മസാല മഞ്ഞൾപ്പൊടി പിന്നെ ഒരു പട്ടയില ബേ ലീഫും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് നമ്മൾ ഒറ്റ വിസിലാണ്ട് വേവിച്ച് കൊടുക്കും കേട്ടോ. അപ്പോൾ ഒറ്റ വിസിൽ വേവുമ്പോൾ നന്നായിട്ട് മസാലയൊക്കെ വെന്ത് കുഴഞ്ഞു പോവും. അപ്പോൾ ഇങ്ങനെ ഉള്ളിയൊന്നും ഇങ്ങനെ കറുകറ അങ്ങനെ കടിക്കൊന്നുമില്ല കേട്ടോ. ഈ രീതിക്ക് വെക്കുകയാണെങ്കിൽ അടിപൊളിയാണ് കേട്ടോ ബീഫ് ബിരിയാണി. മസാല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്നങ്ങോട്ട് മൂടി വെച്ചിട്ട് വിസിലടിപ്പിക്കേണ്ട, ഒന്നങ്ങോട്ട് ആവി കയറ്റിയെടുത്താൽ മാത്രം മതിയാവും. ഇനി നമ്മൾ ചോറൊക്കെ വെന്തതിന് ശേഷം ഇത് അതിലേക്ക് കൊണ്ടുപോയിട്ടിട്ട് ദം ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ കുറച്ച് മല്ലിയിലും കൂടി വയനയിൽ ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് തന്നെ ഞാൻ ചോറും അടുപ്പിൽ വെച്ചിട്ട് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. 1.5 കിലോ അരി വെച്ചിട്ടാണ് കേട്ടോ ബീഫ് ബിരിയാണി ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ചോറ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ലെയറായിട്ട് ദമ്മിട്ട് കൊടുക്കുന്നില്ല. എല്ലാം കൂടി ഒന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ചോറ് ഇങ്ങോട്ടൊന്ന് മാറ്റിയിട്ട് ഇതിൻ്റെ സൈഡ് ഭാഗത്ത് അങ്ങോട്ട് ബീഫ് മസാല ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് വിളമ്പുന്ന സമയത്ത് നമ്മൾ മിക്സ് ചെയ്ത് എടുത്താൽ മതിയോ. ഒന്നങ്ങനെ നമ്മൾ ലെയറായിട്ട് ഇട്ട് കൊടുക്കുന്നില്ല. അങ്ങനെ ആകുമ്പോൾ ആ ചോറ് എല്ലാ ഭാഗത്തും മസാല ആവും. പിന്നെ നമുക്ക് മസാല ഇല്ലാത്ത ചോറ് എടുക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു ഭാഗത്ത് മസാല ഇല്ലാത്ത ചോറും ബാക്കി മസാലയും കൂടി നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് എടുക്കാം കേട്ടോ. എന്നിട്ട് എല്ലാം കൂടി തട്ടിപ്പൊത്തി ഇതുപോലെ വെച്ചിട്ടുണ്ട്. മുകളിലായിട്ട് കുറച്ച് ഗരം മസാലയും മല്ലിയിലയും അതുപോലെ തന്നെ ഉള്ളി അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വറുത്ത് കോരി അതും കൂടി കുറേശ്ശെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അങ്ങനെ മൂടി വെക്കുകയാണ്. തീ ഒട്ടും കത്തിക്കേണ്ട, ആ കണലിൽ കിടന്നിട്ട് അങ്ങനെ ദമ്മായിക്കോളും. പിന്നെ ഞാൻ കുറച്ച് പായസം ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. ചെറുപയർ പരിപ്പ് പായസം, അതുപോലെ തന്നെ കുമ്പളങ്ങ മോരുകറിയും വെറും ചോറിന് പിന്നെ കുറച്ച് ചില്ലി ചിക്കനൊക്കെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒക്കെ പാത്രം കാലിയായിട്ടുണ്ട് ലാസ്റ്റ്. അങ്ങനെ ചോറൊക്കെ തിന്ന് കഴിഞ്ഞ് എല്ലാവരും ഓരോ വഴിക്കൊക്കെ പോയി. ഞങ്ങളും ചോറൊക്കെ തിന്ന് ബിരിയാണി ചെമ്പതാ കാലിയായിട്ടുണ്ട് കേട്ടോ. ലാസ്റ്റ് ഞാനൊരു ഗ്ലാസ് പായസം കൂടി എടുത്ത് കുടിക്കാനാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു പെരുന്നാളിൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അൽഹംദുലില്ലാഹ് മാഷാ അല്ലാഹ്. അങ്ങനെ നല്ലൊരു സാധാരണക്കാരായ നമ്മുടെ ആർഭാടങ്ങളില്ലാത്തൊരു പെരുന്നാൾ വിശേഷമാണ് കേട്ടോ. വീഡിയോ കണ്ട് ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.